യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ വക്കിലേക്ക്. സ്കൂൾ കെട്ടിട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രതിസന്ധിയെ തുടർന്ന് താൽക്കാലിക സ്കൂൾ മാറ്റത്തിന് അനുമതി തേടിയ തൃശൂർ ജില്ലയിലുള്ള ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളാണ് അടച്ചുപൂട്ടാനൊരുങ്ങുന്നത്. പ്രധാന അധ്യാപകനെ നിയമപരമല്ലാതെ തരം താഴ്ത്തി LPS വിദ്യാലയത്തിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ തുടരുന്നത്. തൃശൂർ മാള ഉപജില്ലയിലെ ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളാണ് രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ച് DDE അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതെന്നാണ് ആക്ഷേപം. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ വക്കിലേക്ക് നീങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. സ്കൂൾ കെട്ടിട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രതിസന്ധിയെ തുടർന്ന് താൽക്കാലിക സ്കൂൾ മാറ്റത്തിന് അനുമതി തേടിയ തൃശൂർ ജില്ലയിലുള്ള ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത്. സ്കൂൾ മാനേജറുടെ അപേക്ഷയിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി 10 ദിവസത്തിനകം തീരുമാനമെടുക്കാൻ മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. എന്നാൽ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനെ നിയമപരമല്ലാതെ തരം താഴ്ത്തി LPST ആയി മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റിക്കൊണ്ട് തൃശൂർ DDE ജൂലൈ 14-ന് ഉത്തരവിറക്കി കഴിഞ്ഞു. ആലത്തൂർ സെന്റ് ആന്റണീസ് LP വിദ്യാലയത്തിൽ അവശേഷിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനാവകാശം സംരക്ഷിക്കുന്നതിനും വിദ്യാലയത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുമായി ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് വിദ്യാലയം പൂട്ടാനുള്ള DDEയുടെ ഗൂഢനീക്കം ശ്രദ്ധേയമാണ്. താൽക്കാലികമായി വിദ്യാലയത്തിലെ കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കുന്ന ചക്കാമ്പറമ്പ് DPM UP സ്കൂളിൽ ഭൗതിക സാഹചര്യമില്ലെന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞ ജൂൺ 19-ന് മാള AEO താൽക്കാലിക സ്കൂൾ മാറ്റാപേക്ഷ നിരസിച്ചിരുന്നെങ്കിലും പുതിയ വസ്തുതകൾ മുൻനിർത്തി കാര്യങ്ങൾ പുനഃപരിശോധിക്കാനാണ് കോടതിയുടെ അടിയന്തര നിർദ്ദേശം. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങളായ PM പോഷൻ, സൗജന്യ യൂണിഫോം, സ്കോളർഷിപ്പുകൾ എന്നിവയൊക്കെ നിഷേധിക്കപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഭാരതീയ ഭരണസംഘടന കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാതെ നിലനിർത്താൻ പുതിയ സർക്കാരിന് താല്പര്യമില്ല എന്നതാണെന്ന് NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാറും പറഞ്ഞു. ജനം, തിരുവനന്തപുരം.